നെക്സ്റ്റ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ് ആണ്. സോ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സിൽ അതായത് സപ്പോസ് ഇപ്പം എന്താ പറയുക, ഒറ്റൊരു സിംഗിൾ ട്രാൻസ്ഡ്യൂസറിനെ തന്നെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഡയറക്റ്റ്ലി അതൊരു ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് അറിയില്ല. അതായത് ഒരു സിംഗിൾ ട്രാൻസ്ഡ്യൂസറിന് തന്നെ ഓൾവേസ് എല്ലാ ടൈമും അതായത് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ബട്ട് ഓൾവേസ് അങ്ങനെ പറ്റുമോ, പോസിബിൾ ആണോ നമുക്ക് ഷുവർ അല്ല. അതായത് ചില സമയത്ത് രണ്ട് ട്രാൻസ്ഡ്യൂസേഴ്സും കമ്പൈനായി വർക്ക് ചെയ്യേണ്ടി വരും. സോ അതാണ് ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. സോ ഇതിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഇങ്ങനെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻപുട്ട് ആക്കി എടുത്തിട്ട് ട്രാൻസ്ഡക്ഷൻ വഴി അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ഓർ ഒരു ഔട്ട്പുട്ട് സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുക. സോ ഇതിൽ ഈ സെൻസേഷൻ പാർട്ടുണ്ടല്ലോ, അതാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ സെൻസ് ചെയ്യുന്നതാണ് ഒരു ട്രാൻസ്ഡ്യൂസറിൻ്റെ വർക്കിങ്ങും ആൻഡ് നെക്സ്റ്റ് ട്രാൻസ്ഡ്യൂസറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതിന് കൺവേർഷനാണ്. സോ ഇവിടെ transducers can be classified into primary transducers and secondary transducers based on their role in the measurement process. So first, primary transducers. A primary transducer is the first element that directly senses the physical quantity being measured and converted it into mechanical or any other non-electrical form of signal. So നമ്മൾ ഇതിൽ ഈ സെൻസിങ് എലമെൻ്റ് ഉണ്ടല്ലോ, നമ്മൾ കമ്പോണൻസിൽ പഠിച്ച സെൻസിങ് എലമെൻറ്റ്, അതാണ് ഈ ഫസ്റ്റ് എലമെൻ്റാണ് ഈ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. സോ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ടെമ്പറേച്ചറോ ഓർ പ്രഷറോ ഡിസ്റ്റൻസോ എന്തോ ആവട്ടെ, ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഡയറക്റ്റ്ലി സെൻസ് ചെയ്തിട്ട് ഫസ്റ്റ് എലമെൻ്റാണ് ഇത് ഈ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. ഇത് ഡയറക്റ്റ്ലി സെൻസ് ചെയ്യും, എന്നിട്ട് ഇതിനെ വേറെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. പക്ഷേ ഇലക്ട്രിക്കൽ ഫോമിലേക്കല്ല കൺവേർട്ട് ചെയ്യുക. ഇലക്ട്രിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ജോബ് ഉള്ളത് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറിനാണ്. സോ ഇലക്ട്രിക്കൽ അല്ലാത്ത എനി അതർ നോൺ ഇലക്ട്രിക്കൽ ഫോം, മെക്കാനിക്കലോ ഓർ എനി അതർ നോൺ ഇലക്ട്രിക് ഫോം ഓഫ് സിഗ്നലിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിവൈസാണ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് ഫസ്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന ഡിവൈസാണ് ഈ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. സോ ഇത് ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു നോൺ ഇലക്ട്രിക് സിഗ്നലിലേക്കോ കൺവേർട്ട് ചെയ്യും. ഒരു നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഔട്ട്പുട്ട് ഒരു കറണ്ടോ ഒരു വോൾട്ടേജോ ഓർ ഇലക്ട്രിസിറ്റി ബേസ്ഡ് തിങ്ങൊന്നല്ലാത്ത ഇതാണ് നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽ. അതൊരു മൂവ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഫോഴ്സോ ഒരു റൊട്ടേഷനോ എന്നൊരു ഇലക്ട്രിക്കൽ തിങ് അല്ലല്ലോ, റൊട്ടേഷനോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ആവാം ഒരു നോൺ ഇലക്ട്രിക്കൽ സിഗ്നൽ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഈ പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ചെയ്യുക. ഓക്കെ, so a primary transducer directly receives the input quantity and produces an output that is proportional to the measured quantity. സോ നമ്മൾ ഇൻപുട്ടായിട്ട് മെഷർ ചെയ്ത ക്വാണ്ടിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിട്ടുള്ള അതേ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, പക്ഷേ ഒരു നോൺ ഇലക്ട്രിക്കൽ ഫോമിലാവും പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇവിടെ എക്സാമ്പിൾ നോക്ക്. സോ എക്സാമ്പിൾ പറയുന്നത് ഈ ബോർഡൺ ട്യൂബ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്ന് വെച്ചാൽ ഒരു കേർവ്ഡ് ആയിട്ടുള്ളൊരു മെറ്റലിൻ്റെ ഒരു കേർവ്ഡ് ഹോളോ മെറ്റൽ ട്യൂബാണ്. സോ ഇത് മെയിനായിട്ട് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്, ജസ്റ്റ് എക്സാമ്പിൾ നോക്കി വെച്ചാൽ മതി. സോ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ട്യൂബിലേക്ക് പ്രഷർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ട്യൂബ് ഒരു എന്താ പറയുക സ്ട്രെയിറ്റ്, ഇതിപ്പോൾ ഒരു കേർവ്ഡ് ട്യൂബാണ്, ഈ ട്യൂബ് ഒരു കേർവ്ഡ് ട്യൂബാണ്. സോ പ്രഷർ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ട്യൂബ് സ്ട്രെയിറ്റൻ ആവാൻ വേണ്ടി ട്രൈ ചെയ്യും, കേർവ് മാറ്റിയിട്ട് സ്ട്രെയിറ്റൻ ആവാൻ വേണ്ടി ട്രൈ ചെയ്യും. ഈ ട്രൈ ചെയ്യണ സമയത്ത് അവിടെ ഒരു മെക്കാനിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാവും, അതായത് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാവും. സോ ഇതാണ് ഈ പ്രൈമറി ട്രാൻസ്ഡ്യൂസറിൻ്റെ മെയിൻ റോള്. സോ ഈ മൂവ്മെൻറ്റിന് പ്രഷറായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. സോ ഇവിടെ വരുന്നൊരു ഈ ഡിസ്പ്ലേസ്മെൻറ്റിനെ, സോ ഇതൊരു മെക്കാനിക്കൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണല്ലോ, ഇതിന് അതായത് ഒരു മൂവ്മെൻറ്റ് പൊസിഷൻ മാറ്റുന്നുണ്ടല്ലോ. സോ ഇതാണ് ഈ പ്രൈമറി ട്രാൻസ്ഡ്യൂസറിൽ നടക്കുന്നത്. ഒരു ഇൻപുട്ട് കൊടുക്കുമ്പം അതിനെ ഔട്ട്പുട്ട് ഒരു നോൺ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടാക്കി പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇപ്പോൾ പ്രഷർ മെഷേഴ്സ് ചെയ്യും, അതേപോലെ ഫോഴ്സ്, മെക്കാനിക്കൽ സെൻസിങ് സിസ്റ്റംസ്, ഇതൊക്കെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സ്. സോ ഈ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസേഴ്സിൽ എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈമറിന്ന് പ്രൊഡ്യൂസ് ചെയ്ത മെക്കാനിക്കൽ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, പ്രൈമറിന്ന് പ്രൊഡ്യൂസ് ചെയ്ത മെക്കാനിക്കൽ ഔട്ട്പുട്ട് അത് റിസീവ് ചെയ്തിട്ട് അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യും. ബേസിക്കാണ്, നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവും നോക്കിയാൽ തന്നെ. സോ ഈ പ്രൈമറിന്ന് കിട്ടുന്ന മെക്കാനിക്കലായിട്ടുള്ള ഔട്ട്പുട്ടിനെ ഇലക്ട്രിക്കൽ ആക്കലാണ് സെക്കൻഡറീൻ്റെ ജോബ്.
സോ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ വോൾട്ടേജോ ഒരു കറണ്ടോ ആയിട്ടുള്ളൊരു സാധനമാണ് ഇലക്ട്രിക്കൽ സിഗ്നൽ. So, a secondary transducer receives the output from the primary transducer and convert it into an electrical signal. So, ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ നമുക്ക് മെഷർ ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക ഒക്കെ ഔട്ട്പുട്ടായിട്ട് ചെയ്യാം. A secondary transducer converts the non-electrical output of a primary transducer into an electrical signal. സോ നേരത്തെ പറഞ്ഞ ട്യൂബിനെ പോലെ ഇവിടെ ഒരു എക്സാമ്പിളാണ് ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. സോ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു സെൻസറാണ്. ഈ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനും മെഷർ ചെയ്യാനുള്ളൊരു ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു സെൻസറാണ് ഈ LVDT എന്ന് പറയുന്നത്. സോ ഇവിടെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു മറ്റേ നമ്മൾ ട്യൂബിൽ പറഞ്ഞ് മൂവ്മെൻ്റാണ്, മൂവ് ചെയ്യുമ്പം പ്രഷർ പ്രഷർ കാരണം അവിടെ മൂവ്മെൻറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുക. സോ ഈ മൂവ്മെൻറ്റ് നമ്മൾ മുകളിൽ പറഞ്ഞ അപ്പോൾ അതേപോലെ ഇവിടെ ഉണ്ടാവണം ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു നോൺ ഇലക്ട്രിക്കൽ, അതായത് ഒരു മെക്കാനിക്കൽ പ്രോപ്പർട്ടി മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പം അതിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ഈ LVDT ചെയ്യുക. ഓക്കെ, സോ ഇത് നമുക്ക് ഔട്ട്പുട്ട് ഇലക്ട്രിക്കൽ സിഗ്നലാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. സോ ഇവിടെ കണ്ടോ ഈ ട്യൂബ് മുകളിൽ നമ്മൾ ട്യൂബ് ഇൻപുട്ടായി കൊടുക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് അതിന് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഈ LVDTയിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക. ഓക്കെ, സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം. ഓക്കെ, സോ നമ്മളിപ്പം പെട്ടെന്ന് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ സെൻസ് ചെയ്യുന്നതാണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ ആൻഡ് അതൊരു നോൺ ഇലക്ട്രോണിക് ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ സെക്കൻഡറി ആണെങ്കിൽ ഈ പ്രൈമറിയിൽ നിന്നുള്ള നോൺ ഇലക്ട്രോണിക് മൂവ്മെൻറ്റിനെ റിസീവ് ചെയ്തിട്ട് ഇലക്ട്രോണിക് ഔട്ട്പുട്ട് ഒരു വോൾട്ടേജ് ഓർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസർ. സോ ഇത് അതിൻ്റെ ഒരു ഫിഗറാണ്. ഓക്കെ, സോ ഈ ഫിഗറിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറിൻ്റെ ഈ ബോർഡ് ആൻഡ് ട്യൂബ് വെച്ചും അതേപോലെ LVDT വെച്ചുള്ളൊരു എക്സാമ്പിളാണ്, ഒരു ഫിഗറാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇതിൽ ഈ ഫസ്റ്റ് പോർഷൻ കണ്ടോ, ഈ പോർഷന് ഇവിടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത്, ഈ പോർഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ബ്ലൂ കളർ ട്യൂബ് കണ്ടോ, ഈ ബ്ലൂ കളർ ട്യൂബാണ് ഈ ബോർഡ് ആൻഡ് ട്യൂബ്. സോ അതൊരു ടൈപ്പ് ഓഫ് ബോർഡ് ആൻഡ് ട്യൂബാണ് ഇവിടെ പറഞ്ഞത്. സോ ഈ ബോർഡ് ആൻഡ് ട്യൂബാണ് ഇവിടെ പ്രൈമറി ട്രാൻസ്ഡ്യൂസറായിട്ട് വർക്ക് ചെയ്യണത്. ഓക്കെ, നെക്സ്റ്റ് ഇതാണ് LVDT. ഈ LVDT എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അതൊരു മൂവ്മെൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള LVDT, ലീനിയർ വേരിയബിൾ ഡിഫറൻഷ്യൽ ട്രാൻസ്ഫോമർ. അത് സെൻസ് ചെയ്യും ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, അതായത് സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സെൻസ് ചെയ്യാനാണ് LVDT. സോ ഈ ബോർഡ് ആൻഡ് ട്യൂബിനെ നമ്മൾ LVDT ആയിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റായിട്ട് നമ്മൾ ഈ ടൈപ്പ് ബോർഡ് ആൻഡ് ട്യൂബിലേക്ക് ഒരു പ്രഷർ കൊടുക്കും. അതായത് നമുക്ക് ഇപ്പോൾ എന്ത് പ്രഷറോ ആവാം, ഒരു എയർ പ്രഷറോ എനിത്തിങ്, ഒരു പ്രഷർ നമ്മളിവിടെ അപ്ലൈ ചെയ്യും. സോ അതായത് ഒരു പ്രഷർ ഇങ്ങനെ നമ്മളിവിടെ ഫസ്റ്റ് അപ്ലൈ ചെയ്യും ഈ ടൈപ്പ് ബോർഡ് ആൻഡ് ട്യൂബിലേക്ക്. അതാണ് ഈ ബ്ലൂ കളറിൽ കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഓപ്പോസിറ്റ് ഫോമിലുള്ള. സോ ഈ ട്യൂബിലേക്ക് നമ്മൾ ഇതൊരു കേർവ്ഡ് ഹോള് മെറ്റൽ ട്യൂബാണ്. സോ ഈ ട്യൂബിലേക്ക് നമ്മളൊരു പ്രഷർ എൻറ്റർ ചെയ്യിപ്പിക്കും. ഈ എൻറ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് പ്രഷർ കൊടുക്കുന്ന സമയത്ത് ഈ ട്യൂബ് ഇങ്ങനെ സ്ട്രെയിറ്റൻ ആവാൻ, അതായത് ഈ ട്യൂബ് ഇങ്ങനെ കേർവ് ഷേപ്പുള്ള ട്യൂബ് സ്ട്രെയിറ്റൻ ആവാൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യും. സോ ഇത് സ്ട്രെയിറ്റൻ ആവാൻ വേണ്ടി ഈ ട്യൂബ് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ ഈ ട്രൈ ചെയ്യുമ്പം ഇവിടെ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് ഉണ്ടാവും. ഈ ട്യൂബിലൊരു മൂവ്മെൻറ്റ് നടക്കും. അപ്പം ഈ മൂവ്മെൻറ്റിനെ ഒരു മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആണല്ലോ അത്. സോ ഈ മൂവ്മെൻറ്റിനെ ഈ പ്രോസസ്സ്, അതായത് ഇവിടെ നടക്കണ ഇപ്പോൾ ഈ സംഭവത്തിൽ നടന്ന ഈ പ്രോസസ്സാണ് ഇപ്പം എന്താണ് ഇത് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. അതായത് ഇവിടെ ആരോ മാർക്കിൽ കണ്ടോ, ഇത് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. സോ ഇവിടെ നടന്ന ഈ പ്രോസസ്സാണ് പ്രൈമറി ട്രാൻസ്ഡ്യൂസർ. സോ നെക്സ്റ്റ് അപ്പോൾ ഈ ടൈപ്പ് ട്യൂബിൽ വരുന്ന ആ ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റിനെ നമ്മൾ എന്താക്കും, ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്തണ്. ഈ കണക്ഷൻ ഇവിടെ കൊടുത്തിക്കണ് കോർ ഓഫ് LVDT. LVDTൻ്റെ കോറിലേക്കാണ് നമ്മളിവിടെ കണക്ഷൻ കൊടുത്തത്. കണ്ടോ, ഇവിടുന്ന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമ്പം ആ മൂവ്മെൻറ്റ് നമ്മൾ ഈ LVDTൻ്റെ കോറിലേക്ക് കൊടുത്തണ്. ഓക്കെ, ഈ ഒരു സ്ട്രെയിറ്റ് ആവാനുള്ളൊരു ഒരു മൂവ്മെൻറ്റിന്. സോ ആ മൂവ്മെൻറ്റ് നമ്മൾ നേരെ കോർ ഓഫ് LVDTയിലേക്ക് കൊടുത്തിക്കണം. സോ ഈ കോർ ഓഫ് LVDT ആണ് ഇതായിട്ട് കണക്റ്റഡ്. സോ ഈ ട്യൂബ് ഇങ്ങനെ മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത്
ഈ കോറിന് അത് പുള്ളോ പുഷോ ചെയ്യും. കണ്ടോ ഇവിടെ ഒരു കണക്ഷൻ കൊടുത്ത് കണ്ടോ. അപ്പോൾ ഈ ട്യൂബ് ഇങ്ങനെ മൂവ് ചെയ്യേ അല്ലെങ്കിൽ പുഷോ പുള്ളോ എന്തെങ്കിലും ട്രൈ ചെയ്യണ സമയത്ത് ഇവിടെ എന്താക്കും, ഈ കോർ ഇങ്ങനെ മൂവ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പം ഈ LVDTൻ്റെ ഇൻസൈഡിലുള്ള ഈ കോർ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോഴാണ് ഈ LVDTക്ക് ഈ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ്, LVDT പറഞ്ഞാൽ ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസ് ചെയ്യാനാണല്ലോ, അത് മനസ്സിലാവാം. സോ ഈ ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറാണല്ലോ. സോ ഈ സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെൻ്റ് ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെൻറ്റ് ഒക്കെ ചെയ്യും ഈ സമയത്ത്. ആ സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെൻറ്റിനെ ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യുന്ന ജോബാണ് ഈ LVDTക്ക് ഉള്ളത്. ഓക്കെ, സോ ഈ മൂവ്മെൻറ്റ്, ഈ ബോർഡൻ ട്യൂബ് പ്രൊഡ്യൂസ് ചെയ്ത ഈ ഫിസിക്കൽ മൂവ്മെൻറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ടാണ് ഈ LVDT ചെയ്യുക. അതാണ് ഇവിടെ സെക്കൻഡറി ട്രാൻസ്ലേറ്റർ. സോ ഈ ഒരു ഫസ്റ്റ് പാർട്ട് ഇവിടെ പ്രൈമറി ട്രാൻസ്ഡ്യൂസറും ഈ ഒരു സെക്കൻഡ് പാർട്ട് ഇവിടെ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറുമാണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ മെയിൻ തിങ്. സോ ഇവിടെ നമുക്ക് കാണാം S1 ആൻഡ് S2 എന്ന് പറഞ്ഞിട്ടുള്ള കോയിൽസ് ഉണ്ട്. ഓക്കെ, ഈ P എന്ന് പറഞ്ഞൊരു കോയിലുണ്ട്. അപ്പോൾ ഈ P എന്ന് പറഞ്ഞ കോയിൽ പറഞ്ഞാൽ പ്രൈമറി കോയിലാണ്. അതൊരു AC സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്തതാണ്. സോ ഈ പ്രൈമറി കോയിൽ ഒരു AC സപ്ലൈ ആയിട്ട്, ഇതൊക്കെ LVDTൻ്റെ പാർട്ടാണ് കേട്ടോ. അതായത് ഇത് മൊത്തത്തിൽ LVDTൻ്റെ പാർട്ടാണ്. ഈ ബോർഡൻ ട്യൂബ് ജസ്റ്റ് ഈ ട്യൂബ് മാത്രമേ ഉള്ളൂ ലെഫ്റ്റിലുള്ള. സോ ഇവിടെ ഈ സെക്കൻഡറി ട്രാൻസ്ഡ്യൂസറിലുള്ള ഈ LVDTൻ്റെ പാർട്ടാണ്. അപ്പോൾ AC ജസ്റ്റ് ഒരു AC സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തതാണ് ഈ പ്രൈമറി കോയിൽ, ഈ ഫസ്റ്റ് P എന്ന് പറഞ്ഞ ഈ കോയിൽ. ഓക്കെ, നെക്സ്റ്റ് ഈ താഴെയുള്ള S1 ആൻഡ് S2 ഇത് രണ്ട് സെക്കൻഡറി കോയിൽസ് ആണ്. പിന്നെ ഈ കോർ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അയോൺ റോഡാണ് അത്. അപ്പോൾ ഒരു മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാർട്ടാണ്. സോ ഈ LVDTൻ്റെ മെയിൻ പാർട്സ് ആണിത്, ഈ Pയും S1ഉം S2ഉം പ്രൈമറി കോയിൽ ആൻഡ് ബോത്ത് സെക്കൻഡറി കോയിൽസ്. ഓക്കെ, സോ ഈ കോയിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത്, ഈ കോർ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ ഇത് മൂവ് ചെയ്യുമ്പോൾ ഈ കോറ് മൂവ് ചെയ്യും. അപ്പോൾ ഈ കോറ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ S1ലും S2ലും ഇൻഡ്യൂസ് ആയിട്ടുള്ള ഈ വോൾട്ടേജ് ഉണ്ടല്ലോ, ഈ വോൾട്ടേജ് ഇങ്ങനെ ചേഞ്ച് ആവും. സോ ഈ കോർ മൂവ് ചെയ്യുന്ന സമയത്ത് S1ഉം S2ലുള്ള വോൾട്ടേജസ് ഇങ്ങനെ ചേഞ്ച് ആവും. സോ ഈ വോൾട്ടേജ് ഡിഫറൻസ് ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഓക്കെ, ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക. ഓക്കെ, സോ ഈ കോറ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതൊരു പവർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് ഈ AC. ഓക്കെ, സോ ഈ കോർ മൂവ് ചെയ്യുന്ന സമയത്ത് S1 S2ലുള്ള ഈ വോൾട്ടേജ് ചേഞ്ച് ആവും. അതുകൊണ്ട് നമുക്ക് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ദ വോൾട്ടേജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു മേക്സ് ദ ഔട്ട്പുട്ട്. ഓക്കെ, സോ ഇവിടെ നമ്മൾ പ്രഷർ കൊടുക്കും ട്യൂബിലേക്ക്. സോ അതിൻ്റെ കോറിൽ മൂവ്മെൻറ്റ് നടക്കും. അതൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഈ നമ്മൾ മുമ്പ് കൊടുത്ത ഈ പ്രഷറിൽ ഒരു എന്താ പറയുക ചേഞ്ച് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ടാക്കിയിട്ട് ചേഞ്ച് കാണിക്കും. ഓക്കെ, അതാണ് ഈ ഫിഗറിൽ മെയിനായിട്ട് പറയുന്നത്. സോ നെക്സ്റ്റ് ഇസ് ദ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. സോ ഇതുവരെ ഇപ്പോൾ നമ്മൾ ട്രാൻസ്ഡ്യൂസറിൻ്റെ 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഓക്കെ, അതിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ പവർ റിക്വയർമെൻ്റ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതുവരെയുള്ള ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. ഇത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ത് ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിൻ സിഗ്നലിൻ്റെ ടൈപ്പ് വെച്ചിട്ടാണ്, ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ. സോ ട്രാൻസ്ഡ്യൂസേഴ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ ദേ പ്രൊഡ്യൂസ്. സോ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തതാണ് അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, സോ എന്താ പറയുക, എന്ത് ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് സിഗ്നലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ലൈക്ക് ഈ ട്രാൻസ്ഡ്യൂസറിൽ നിന്ന് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന കൈൻഡ് ഓഫ് സിഗ്നൽ എന്താണ് അത് വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. സോ അനലോഗ് ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. സോ ഫസ്റ്റ് നമുക്ക് അനലോഗ് ട്രാൻസ്ഡ്യൂസർ എന്താ നോക്കാം. സോ അനലോഗ് ട്രാൻസ്ഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് എ കണ്ടിന്യൂസ് ഔട്ട്പുട്ട് സിഗ്നൽ. സോ അനലോഗിൽ കണ്ടിന്യൂസ് ആവും സിഗ്നൽസ്. ഓക്കെ, അതാണ് മെയിൻ പോയിന്റ്. സോ these continuous output signals that varies proportionally with measured physical quantity. സോ അതായത് ഇതൊരു കണ്ടിന്യൂസ് ഔട്ട്പുട്ടാണ് അനലോഗിൽ ഉണ്ടാവുക. സോ അതായത് ദാറ്റ് മീൻസ് ദാറ്റ് ദ ഔട്ട്പുട്ട് ചേഞ്ചസ് ആസ് ദ ഇൻപുട്ട് ചേഞ്ചസ്. അതായത് ഇപ്പോൾ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പം ഇൻപുട്ട് ചേഞ്ച് ചെയ്യും, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. സോ അതൊരു റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ഏതൊരു വാല്യൂ ആവാം.
ഒരു ഫിക്സ്ഡ് വാല്യൂ അല്ല. അതായത് അനലോഗ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഔട്ട്പുട്ട് സിഗ്നൽസ് ഇങ്ങനെ വേരി ചെയ്തുകൊണ്ട് നിൽക്കും. അത് ഒരു റേഞ്ചിൻ്റെ ഉള്ളിലുള്ള ഏത് വാല്യൂവും ആവാം. സോ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഔട്ട്പുട്ടും ചേഞ്ച് ആവും. ഓക്കെ, ദ ഔട്ട്പുട്ട് ക്യാൻ ടേക്ക് എനി വാല്യൂ വിതിൻ എ സ്പെസിഫിക് റേഞ്ച് ആൻഡ് ചേഞ്ചസ് കണ്ടിന്യൂസ്ലി ആസ് ദ ഇൻപുട്ട് ചേഞ്ചസ്. നമ്മൾ പറഞ്ഞത് തന്നെ. ഓക്കെ, സോ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു സ്പീഡോമീറ്റർ, ഒരു നമ്മൾ ബൈക്കിലോ നമ്മൾ വെഹിക്കിൾസിലൊക്കെ ഉണ്ടാവുന്ന സ്പീഡോമീറ്റർ വിചാരിക്കാം. സോ അതിൽ ഒരു നീഡിലും ഉണ്ടാവുമല്ലോ. സോ ഒരു ബൈക്കിൻ്റെ സ്പീഡ് കൂട്ടുന്ന സമയത്ത് ഈ നീഡിൽ ഇങ്ങനെ മൂവ് ചെയ്യും. 20 km/h 30 40 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സോ പക്ഷെ അത് പെട്ടെന്ന് സ്റ്റോപ്പ് ആവില്ല. ലൈക്ക് ഇപ്പം നമ്മൾ 20 30 ആക്കുമ്പോൾ അത് 0 വന്ന് 30 അങ്ങനെയല്ല, 20 നേരെ 30 അങ്ങനെ ആവുമല്ലേ. സോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സോ അതാണ് ഈ അനലോഗ് ട്രാൻസ്ഡ്യൂസർ. ഒരു ബേസിക് ഒരു എക്സാമ്പിളാണത്. സോ ഇപ്പോൾ ഒരു എന്താ പറയുക, വേറെ ഇപ്പോൾ ഒരു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡിഫറെൻറ്റ് ഡിവൈസസ് ഉണ്ട്. ഇപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഔട്ട്പുട്ട് ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യണമൊക്കെ. സോ ബൈക്കിൻ്റെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഔട്ട്പുട്ട് സിഗ്നലാണ് കൊടുക്കുക. ഔട്ട്പുട്ട് ഇൻപുട്ടിനനുസരിച്ച് പ്രൊപ്പോർഷണലായിട്ട്, അതായത് ഈ മെഷേർഡ് ക്വാണ്ടിറ്റിയാണ് അവിടെ ഇൻപുട്ട്. ഓക്കെ, അതിന് പ്രൊപ്പോർഷണലായിട്ട് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കും. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ പ്രഷർ, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കും കണ്ടിന്യൂസ്ലി. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അനലോഗാണ്. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇതിനെ മോണിറ്റർ ചെയ്യും, കണ്ടിന്യൂസ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഇൻപുട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരുമ്പം ഔട്ട്പുട്ട് സിഗ്നൽസിലും കണ്ടിന്യൂസ് ചേഞ്ചസ് കൊണ്ടുവരും. സോ ഫോർ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ക്വാണ്ടിറ്റീസിനൊക്കെ ഇതാണ് ബെറ്റർ. ആൻഡ് ജനറലി റിക്വയർ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ ഫോർ ഡിജിറ്റൽ പ്രോസസ്സിങ്. സോ അതായത് ഒരു കമ്പ്യൂട്ടറിലൊരു സിഗ്നൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷൻ പ്രോസസ്സ് നടത്തണം. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ LVDT, പിന്നെ സ്ട്രെയിൻ ഗോജ്, പിന്നെ തെർമിസ്റ്റോട്ട്, തെർമോകപ്പിൾ, പൊട്ടൻഷ്യോമീറ്റർ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ്. സോ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ മെഷർമെൻറ്റ്, പ്രഷർ മെഷർമെൻറ്റ്, ഡിസ്പ്ലേസ്മെൻറ്റ് മെഷർമെൻറ്റ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്. ഇത് ജസ്റ്റ് നോക്കാൻ വേണ്ടി ഇട്ടതാണ് ആപ്ലിക്കേഷൻസും എക്സാമ്പിൾസൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അനലോഗിൻ്റെ നെക്സ്റ്റാണ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ. സോ ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ എന്നാൽ നമുക്കൊരു ഡിജിറ്റൽ ഔട്ട്പുട്ടാണ്, ഒരു ഡിസ്ക്രീറ്റ് ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് ഇവിടെ തരിക. ഡിസ്ക്രീറ്റ് ഔട്ട്പുട്ട് സിഗ്നൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അതൊരു പൾസോ അല്ലെങ്കിൽ ഒരു ബൈനറി ഡിജിറ്റോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കോഡോ ഈ ഒരു ഫോമിലാണ് ഇവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇവിടെ ഔട്ട്പുട്ട് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യൂല. എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് സ്റ്റെപ്പിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പെർട്ടിക്കുലർ ടൈം റേഞ്ചിലോ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുക. സോ ഇതിൽ ഔട്ട്പുട്ട് 0s 1s അല്ലെങ്കിൽ എന്തെങ്കിലും ഡിജിറ്റൽ കോഡൊക്കെ ഔട്ട്പുട്ട് ആവാം. അപ്പം ഓരോ സ്റ്റെപ്പിലേ ഇത് ചേഞ്ച് ചെയ്യുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ചേഞ്ച് ചെയ്യില്ല. സോ ഇപ്പോൾ ഒരു ഡിജിറ്റൽ ക്ലോക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 10 മണി ഉള്ളത് 10:01 ഡയറക്റ്റ് 10:01 മറ്റേ ക്ലോക്കിൽ നമുക്കിങ്ങനെ ഓരോ സെക്കൻഡ്സും കാണാം. പക്ഷേ ഇവിടെ അങ്ങനെ കാണാൻ പറ്റില്ല. സോ ഓൾ വാല്യൂസ് അത് കാണിക്കില്ല. ഒരു ഡിജിറ്റൽ ഔട്ട്പുട്ട് പോലെ മാത്രമേ പെർട്ടിക്കുലർ വാല്യൂസ് മാത്രമേ കാണിക്കുള്ളൂ. ഓക്കെ, സോ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സിഗ്നൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. പിന്നെ ഹൈ നോയ്സ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് എക്സ്റ്റേണൽ നോയ്സസിനായിട്ട് ലെസ് എഫക്റ്റഡ് ആണ്, ഓവർ എഫക്റ്റഡ് അല്ല. അപ്പം ഈ നോയ്സ് എന്ന് വെച്ചാൽ എന്താ, അൺവാണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ്, നമ്മളെ സിഗ്നലിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റിയ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസസ് ആണ് മെയിനായിട്ട് ഈ നോയ്സ്. അപ്പോൾ ഇങ്ങനത്തെ നോയ്സ് ഒന്നും ഇതിനെ ഓവർ എഫക്റ്റ് ചെയ്യൂല. പിന്നെ നമുക്ക് സിസ്റ്റത്തിനായിട്ടും മൈക്രോ കൺട്രോളേഴ്സിനൊക്കെ ആയിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ആക്യുറസി കൂടുതലാണ് ഡിജിറ്റൽ സിസ്റ്റത്തിന്. സോ എക്സാമ്പിൾസ് റോട്ടറി എൻകോഡർ, ഒപ്റ്റിക്കൽ എൻകോഡർ, പിന്നെ ഹോൾ എഫക്റ്റ് ഡിജിറ്റൽ സെൻസർ ആൻഡ് ഡിജിറ്റൽ ടെമ്പറേച്ചർ സെൻസർ. സോ ഇത് ഈ ഫിഗർ എന്താണെന്ന് വെച്ചാൽ അനലോഗ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസർ തമ്മിലൊരു ഡിഫറൻസ് ആണ്. ഓക്കെ, സോ ഇതിൽ ഈ അനലോഗ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, ഒരു ടെമ്പറേച്ചറോ പ്രഷറോ ഫോഴ്സോ എന്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ഇവിടെ ഇൻപുട്ടായിട്ട് എടുക്കുക. എന്നിട്ട് ഇതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ടാണ് കൺവേർട്ട് ചെയ്യുക. ഓക്കെ,
എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുക? അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ടാണ് ഇവിടെ ഇത് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ കണ്ടോ ഇത് ഗ്രാഫ് കണ്ടോ? ഇങ്ങനെ ഇവിടെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് അനലോഗ് ഇലക്ട്രിക്കൽ സിഗ്നൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ പ്രോസസ്സ്. ഓക്കെ, ആ സിഗ്നൽ ഇവിടെ കാണിക്കും. ആൻഡ് ഈ വേവ് കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇവിടെ ഉണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് ഈ വേവ് ഇങ്ങനെ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യാണ്, ഒരു ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. സോ ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഗ്രാഫും ഇങ്ങനെ ചേഞ്ച് വരുത്തും. പിന്നെ ഇത് ഡിജിറ്റൽ ട്രാൻസ്ഡ്യൂസറാണ് രണ്ടാമത്തത്. സോ ഇതിൽ ഡിജിറ്റൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇവിടെ ഉണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇവിടെ ഡിജിറ്റൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് അതായത് ഇവിടെ ഇത് സ്ക്വയർ പൾസിലാണ് കാണിച്ചത്. കണ്ടോ, ഒരു സ്ക്വയർ പൾസിലാണ് കാണിച്ചത്. സോ ഇത് 0s and 1s ആവും. അതായത് ഈ 0s and 1s എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഹൈ സ്റ്റേറ്റ്സ് ആണ്. 0സും 1സും ആവും ഉണ്ടാവുക. 0സും 1സും പറഞ്ഞാൽ ലോ ആൻഡ് ഹൈ സ്റ്റേറ്റ്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. സോ അതിങ്ങനെ സ്മൂത്ത്ലി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്ന പകരം ഇവിടെ ഔട്ട്പുട്ട്സ് ഓരോ സ്റ്റെപ്പ് വൈസ് ആണ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, സോ ഈ കേർവ്ഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് ഇവിടെയുള്ള കേർവ്ഡിനെ. ആൻഡ് ദിസ് ഇസ് ബീൻ ഇൻഡിക്കേറ്റഡ് ലൈക്ക് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് ആണ് ഇവിടെ കാണിക്കുക. ഓക്കെ, ഒരു സ്പെസിഫിക് ലെവലിൽ യൂഷ്വലി 0s or 1s മാത്രമേ ഈ പൾസ് വരുന്ന പോലെയാണ് ഈ സെക്കൻഡിൽ കാണിക്കുക. ഓക്കെ, so next is the input and output transducers. So another way to classify transducers is based on the direction of energy conversion. So here in this input and output transducers, it is based on the direction of energy conversion. So whether the transducers takes an input from the surroundings or gives an output to the surroundings, or like how the energy conversion is being done. So this is mainly discussed in the input and output transducers. So based on this, it has been divided into two, input and output. So based on the direction of energy conversion, transducers are classified into transducers are classified into input transducers and output transducers. So this classification depends on whether the device converts a physical quantity into an electrical signal or an electrical signal into an physical quantity. Okay, so ഒരു ഫിസിക്കലിനെ എടുത്തിട്ട് അത് ഇലക്ട്രിക്കൽ സിഗ്നലാക്കി കൺവേർട്ട് ചെയ്യാണോ, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ എടുത്തിട്ട് അതൊരു ഫിസിക്കൽ ഔട്ട്പുട്ടായിട്ട് ക്രിയേറ്റ് ചെയ്യാണോ, അതാണ് ഈ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ടിൽ നോക്കുക. ഡയറക്ഷൻ ഓഫ് എനർജി കൺവേർഷൻ. ഓക്കെ, ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ടോയെന്ന്. സോ കമ്മിങ് ടു ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ്. സോ ഈ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് നമ്മൾ സെൻസേഴ്സ് എന്നും പറയും. ഓക്കെ, സോ ദീസ് കൺവേർട്ട് ആൻഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓർ എ ഫോം ഓഫ് എനർജി ഇൻ ടു എ കറസ്പോണ്ടിങ് ഇലക്ട്രിക്കൽ സിഗ്നൽ. സോ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സിൽ ഇൻപുട്ടായിട്ട് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കും. നോർമൽ നമ്മൾ മുകളിൽ പറഞ്ഞ അതേ ട്രാൻസ്ഡ്യൂസർ ഇൻപുട്ടായിട്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുക്കും ആൻഡ് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇലക്ട്രിക്കൽ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒരു ടെമ്പറേച്ചറോ പ്രഷറോ ലൈറ്റോ സൗണ്ടോ ഫോഴ്സോ എന്തെങ്കിലും ഒരു ഇൻപുട്ട് എടുത്തിട്ട് ഇലക്ട്രിക്കലാക്കി കൺവേർട്ട് ചെയ്യും. ഓക്കെ, സറൗണ്ടിങ്സ് ഇങ്ങനെ സെൻസ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ അറൗണ്ട് ഹാപ്പൻ ചെയ്യണത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സെൻസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഔട്ട്പുട്ട്. അതാണ് ഇവിടെ സെൻസേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ പറഞ്ഞല്ലോ നമ്മൾ ഈ ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സിന് സെൻസേഴ്സ് എന്നാണ് പറയാമെന്ന് പറഞ്ഞല്ലോ, അതാണ്. ഓക്കെ, and they act as the interface between the physical world and electronic systems by sensing environmental conditions and converting measurable electrical outputs. So environmental conditions ഇങ്ങനെ സെൻസ് ചെയ്തിട്ട് അത് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, the physical quantity may any measurable property like temperature, any other physical properties ആവാം. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റൂം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. ഓക്കെ, റൂം ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക സെൻസർ ഈ ചേഞ്ച് ഇങ്ങനെ ഡിറ്റക്ട് ചെയ്യും, എന്നിട്ട് അത് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ ഡിസ്പ്ലേ ചെയ്യും. ട്രാൻസ്ഡ്യൂസറിൻ്റെ വർക്കിംഗ് അതാണല്ലോ. ഓക്കെ, സോ അതിൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തെർമോകപ്പിൾ, അതായത് ടെമ്പറേച്ചറിനെ വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യാണ് അതിൻ്റെ റോള്. ആൻഡ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. ഓക്കെ, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. ഓക്കെ, മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ സൗണ്ടിന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കും. ആൻഡ് പ്രഷർ സെൻസർ എന്ന് പറഞ്ഞാൽ പ്രഷറിന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആക്കും. ഓക്കെ, ഇതൊക്കെ ഈ ഇൻപുട്ട് ട്രാൻസ്ലേറ്ററിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വെതർ മോണിറ്ററിംഗ് സിസ്റ്റം, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ, മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് സ്മാർട്ട് ഹോം ഡിവൈസസ്, എംബഡഡ് സിസ്റ്റംസ് ആൻഡ് IoT ആപ്ലിക്കേഷൻസ്. ഓക്കെ, സോ വെതർ സ്റ്റേഷൻ, ഹോസ്പിറ്റൽസ്, സ്മാർട്ട് ഹോംസ് അങ്ങനത്തേലൊക്കെ IoTയിലൊക്കെയാണ് മെയിനായിട്ട് ഇത് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് സോ ദിസ് ഇസ് ദ ആപ്ലിക്കേഷൻസ് ഓഫ് ദിസ് ഇൻപുട്ട്.
നെക്സ്റ്റ് ഇസ് ദ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. സോ ഈ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് നമ്മൾ ആക്ട്വേറ്റേഴ്സ് എന്നാണ് പറയാം. ഓക്കെ, മറ്റേത് ഇൻപുട്ട് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ സെൻസേഴ്സ് ആയിരുന്നു, ആൻഡ് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസേഴ്സ് വിൽ ബി ആക്ട്വേറ്റേഴ്സ്. ഓക്കെ, സോ okay, so these output transducers, commonly known as actuators, perform the reverse operation of input transducers. So ഇവിടെ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറിൽ എന്താ നടക്കുക എന്ന് വെച്ചാൽ ഈ ഇൻപുട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഒരു ഇലക്ട്രിക്കൽ എനർജീനെ, ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ ഫിസിക്കൽ ഔട്ട്പുട്ടായിട്ട് ഒരു മൂവ്മെൻറ്റോ ഫോഴ്സ് ലൈറ്റോ സൗണ്ടോ എന്തെങ്കിലുമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാണ് ഔട്ട്പുട്ട്. അതാണ് ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസർ. അതുകൊണ്ടാണ് ആക്ട്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. സെൻസേഴ്സ് എന്ന് പറഞ്ഞാൽ സെൻസ് ചെയ്യുന്ന സാധനങ്ങൾ, ആക്ട്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുക, അതാണ് ആക്ട്വേറ്റേഴ്സ്. ഓക്കെ, സോ ഒരു ആക്ഷൻ പെർഫോം ചെയ്യുന്ന സാധനത്തിനാണ് ആക്ട്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഒരു എന്താ പറയുക, ഇവിടെ ഇപ്പോൾ ഒരു ഇൻപുട്ട് ആക്കിയിട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഒരു കൺട്രോളറിനായിട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ഇൻപുട്ട് ആക്കിയിട്ട് റിസീവ് ചെയ്യും, ആൻഡ് ആ ഒരു സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് ഒരു ഫിസിക്കൽ ഔട്ട്പുട്ട്, ഇപ്പോൾ ഒരു ലൈറ്റ് ഗ്ലോ ചെയ്യുക, അല്ലെങ്കിൽ ഒരു റൊട്ടേഷൻ നടക്കുക, അല്ലെങ്കിൽ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക, അതൊക്കെയാണ് ഒരു ഔട്ട്പുട്ടായിട്ട് ഇവിടെ ഔട്ട്പുട്ട് ട്രാൻസ്ഡ്യൂസറിൽ നടക്കുക. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ, അതായത് മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആണ് കൊണ്ടുവരിക. ഇലക്ട്രിക്കൽ എനർജി എടുത്തിട്ട് മെക്കാനിക്കൽ മൂവ്മെൻ്റ് ആണല്ലോ മോട്ടറൊക്കെ നടക്കുന്നത്. ലൗഡ് സ്പീക്കർ എങ്ങനെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് എടുത്തിട്ട് ലാർജ് സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. LED ഇങ്ങനെ കറണ്ട് കൊടുത്താൽ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതൊക്കെ ഇലക്ട്രിക് കൊടുത്തിട്ട് ഔട്ട്പുട്ട് ഒരു ഫിസിക്കൽ തിങ് ആണല്ലോ. ഫിസിക്കൽ മീൻസ് ഒരു ലൈറ്റ്, അല്ലെങ്കിൽ ഒരു സൗണ്ട്, ഫോഴ്സ്, പ്രഷർ, അങ്ങനെയൊക്കെ. ഹീറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ റോബോട്ട്സിൻ്റെ പ്രോസസ്സിന്, അതായത് റോബോട്ട്സ് നമ്മളൊരു ഇലക്ട്രിക്കൽ എനർജി കൊടുത്താൽ അത് ആക്ഷൻസ് പെർഫോം ചെയ്യുമല്ലോ. ഹോം ആപ്ലിക്കേഷൻസ്, വെഹിക്കിൾസ്, ഓഡിയോ സിസ്റ്റംസ്, ഇൻഡസ്ട്രിയൽ മെഷീൻസ് ഒക്കെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, സോ നമ്മളിപ്പം ഇതിൽ ക്ലാസിഫിക്കേഷനാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ക്ലാസിഫിക്കേഷനിൽ മെയിൻലി 5 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ട്രാൻസ്ഡക്ഷൻ മീഡിയം, അതിൽ റെസിസ്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ്, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് ആൻഡ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസേഴ്സ് പഠിച്ച്. പിന്നെ സെക്കൻഡ് വണ്ണ് പവർ റിക്വയർമെൻറ്റിൽ, അതിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് പഠിച്ച്. അത് ആക്റ്റീവിൽ പവർ, എക്സ്റ്റേണൽ പവർ വേണ്ട, പാസീവിൽ എക്സ്റ്റേണൽ പവർ വേണം, അങ്ങനെ. തേർഡ് വൺ പ്രൈമറി ആൻഡ് സെക്കൻഡറി പഠിച്ചു. ഫോർത്ത് വൺ അനലോഗ് ആൻഡ് ഡിജിറ്റൽ പഠിച്ചു. ആൻഡ് ഫിഫ്ത്ത് വൺ നമ്മൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പഠിച്ചു. ഓക്കെ, അപ്പം ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ്.